8472 വോട്ടിനാണ് അവിടെ എൽ സുബ്രഹ്മണ്യനെ പരാജയപ്പെടുത്തിയത് കൊയിലാണ്ടിയിൽ. അങ്ങനെ കൊയിലാണ്ടി ഒരു കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ താരതമ്യേന പുതുമുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ജനകീയായിരുന്നു, കേരളം മുഴുവൻ അറിയപ്പെടുന്നതാണ്. പക്ഷേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അത് മാത്രം കൊണ്ടൊന്നും ജയിച്ചു വരാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു. അത് കാനത്തിൽ ജമീലയുടെ പ്രവർത്തന രീതി കൊണ്ട് അവർ ആർജിച്ച ഒരു പ്രത്യേകതയാണ്, ഒരു കഴിവാണ്. അത് അത്തരമൊരു ജനകീയ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. അത് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഭാഗമായി ലഭിച്ച ഒരു ജനപിന്തുണ കൂടിയാണ്. ജനകീയായ ഒരു MLA, കൊയിലാണ്ടിയുടെ ജനകീയായ MLA എന്നെല്ലാ തരത്തിലും നമുക്ക് കാനത്തിൽ ജമീലയെ വിശേഷിപ്പിക്കാമല്ലോ, അല്ലേ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ മേത്ര ആശുപത്രിയിൽ ആദ്യമെത്തിയ നേതാക്കളിൽ ഒരാൾ എൻ സുബ്രഹ്മണ്യനാണ്. അതായത് കാനത്തിൽ ജമീലയോട് പോരാടി 8000-ലേറെ വോട്ടിന് തോറ്റ കോൺഗ്രസ് നേതാവാണ് എത്തിയത്. ഇതാണ് കാനത്തിൽ ജമീലയുടെ സൗഹൃദങ്ങൾ. അവർ എതിരാളികളോട്, അതുപോലെ രാഷ്ട്രീയ പ്രതിയോഗികളോട് എല്ലാം തന്നെ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേതാക്കൾ കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തിന് നാളെ കോഴിക്കോട് ജില്ലയിലാണ് പരിപാടി. അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കി ജില്ലയിലെ പ്രധാന നേതാക്കൾ എല്ലാവരും, M മെഹബൂബ്, P മോഹനൻ മാസ്റ്റർ, KK ലതികയും കാനത്തിൽ ജമീലയും തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം, അവർ തമ്മിലുള്ള മാനസിക ഐക്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് അവർ വികാരപരമായി നമ്മളോട് സംസാരിച്ചത്. മാത്രവുമല്ല, കാനത്തിൽ ജമീലയെ ഒരു വേളയെങ്കിലും പരിചയപ്പെട്ടവർ പിന്നീട് അവരെ മറക്കില്ല, ആ സൗഹൃദം സൂക്ഷിക്കും. അതൊരു തീവണ്ടി യാത്രയിൽ പരിചയപ്പെടുന്നതാണ്, ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്നതാണെങ്കിൽ പോലും അത്രമേൽ അവർ ഹൃദയത്തോടടുത്തു സംസാരിക്കുന്നു, അവർ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മേത്ര ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിലുണ്ടായ സമയത്ത് അവരെ പരിചരിച്ച ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും എല്ലാം ആ രീതിയിലുള്ള ഒരു സൗഹൃദം അവരും അവരുടെ കുടുംബവും ഉണ്ടായി എന്നുള്ളതാണ് നമ്മളോട് പങ്കുവെച്ചത്. പക്ഷേ അതിജീവിച്ചവർ വരും എന്നുള്ളതായിരുന്നു. അർബുദത്തോട് പോരാടി അവർ അതിജീവിച്ച് വരുമെന്നായിരുന്നു അവരും പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഞാനുമായി സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ കേട്ടത്. ആ അതിജീവനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അത് കഴിഞ്ഞ് പൊടുന്നനെയാണ് പിന്നീട് അവർ താഴോട്ടേക്ക് പോയത്. പക്ഷേ എന്നാൽ BP വളരെ താഴോട്ട് പോവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ 2 ദിവസം. പക്ഷേ എന്നാൽ ഇന്ന് ഇപ്പോൾ 8:45 ഈ സംഭവം. പക്ഷേ അതിനും ഒരു മണിക്കൂർ മുൻപ് നമ്മൾ അവരുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴും ആശുപത്രി അധികൃതർ പ്രവീണിനോട് സംസാരിക്കുമ്പോഴും ആശുപത്രി GM പ്രവീണിനോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്നത് BP പതുക്കെ മെച്ചപ്പെട്ടു വരുന്നു, അവർ മെച്ചപ്പെട്ടു വരും. ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ജീവിതത്തിലേക്ക് അവർ തിരികെ വരും എന്നത്. നോക്കൂ, തലക്കളത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അങ്ങനെ പടിപടിയായി വളർന്ന നിയമസഭാംഗമായ ഒരു ജനപ്രതിനിധിയാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, അപ്രതീക്ഷിതമാണ് പലരെ സംബന്ധിച്ചും. ആ വാർത്ത നേരത്തെ നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ അവിശ്വസനീയമാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിയോഗം ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.